ശ്രീ എ എം ഷിനാസ്, ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും? അതൊരു ആഗോള ആവശ്യമാണല്ലോ. ഇന്ത്യയെ പോലെ തന്നെ ചൈനയുടെ ആവശ്യമാണ്, മറ്റ് രാഷ്ട്രങ്ങളുടെ ആവശ്യമാണ്, ഗൾഫ് രാഷ്ട്രങ്ങളുടെ ആവശ്യമാണ്, എല്ലാ രാഷ്ട്രങ്ങളുടെയും ആവശ്യമാണ്. പക്ഷേ ഈ വിഷയം പരിഹരിക്കപ്പെടാനുള്ള സാധ്യത തെളിയുന്നുമില്ല. ലോകത്തെ ആകെ തന്നെ ഞെരുക്കാൻ, ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കാൻ, കാർഷിക പ്രശ്നം, ഭക്ഷ്യ പ്രശ്നം, ഇന്ധന പ്രശ്നം, ഇതൊക്കെ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു ക്രൈസിസ് നീളുകയാണ് 2 മാസം പിന്നിട്ടിട്ടും. താങ്കൾ ഇതിൽ ടണലിന്റെ അറ്റത്തെങ്കിലും ഒരു പ്രകാശം, ഇത് പരിഹരിക്കപ്പെടാനുള്ള എന്തെങ്കിലും സൂചന കാണുന്നുണ്ടോ? ഇത് ഫെബ്രുവരി 28 തുടങ്ങി. ഹോർമുസ് മാർച്ച് 2 അടച്ചു. ഇതുവരെ തുറന്നില്ല. അമേരിക്ക മറുഭാഗത്ത് ഉപരോധം ഏർപ്പെടുത്തി. ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുവീഴ്ച ചെയ്യാതെ ഈ പ്രതിസന്ധി അവസാനിക്കില്ല. കാരണം ഈ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ പാകിസ്ഥാനിൽ മധ്യസ്ഥ ചർച്ച നടക്കുന്നു. രണ്ടാമത്തെ ചർച്ച നടന്നിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ ഇതിൽ താല്പര്യമെടുക്കുന്നുണ്ടോ? യൂറോപ്യൻ യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്രജ്ഞ ആയ കാജ കല്ലാസ് പറഞ്ഞത് എന്താണ്? ഇത് യൂറോപ്പിൻ്റെ യുദ്ധമല്ല എന്നാണ്. ജർമ്മനിയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് അമേരിക്കയും ഇസ്രായേലുമാണ് ഈ യുദ്ധത്തിൻ്റെ പാത തിരഞ്ഞെടുത്തത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ കാര്യമില്ല. അപ്പോൾ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയായ യൂറോപ്യൻ യൂണിയൻ ഈ യുദ്ധം പരിഹരിക്കാൻ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നില്ല. അതേസമയം ഇന്ത്യ നയതന്ത്രപരമായി മൂലയിലാക്കപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ നയതന്ത്രപരമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ ഒരു തരം പ്രാന്തവൽക്കരിക്കപ്പെട്ട് പരിയാ സ്റ്റേറ്റായി മാറിയ പാകിസ്ഥാൻ ഈ യുദ്ധത്തോടെ ഒരു 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 അഭിനവ പരിവേഷം ആ രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നു ഈ ചർച്ചകളുടെ മധ്യസ്ഥം വഹിക്കുകയും. അപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യം, ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഇറാനെ പരിപൂർണമായി സൈനികമായി വന്ധ്യംകരിക്കുക എന്നതാണ്. ഇറാന് ആണവായുധ ശേഷി പാടില്ല, ബാലിസ്റ്റിക് മിസൈൽ പ്രാപ്തി പാടില്ല, ഇറാന് ഡ്രോണുകൾ പാടില്ല, പ്രോക്സികൾക്ക് പിന്തുണ പാടില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത നിബന്ധനകൾ അതിലുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത് ഹോർമുസ് തുറക്കാം, ആണവ ചർച്ചകൾ നമുക്ക് പിന്നീട് നടത്താം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് മധ്യസ്ഥം വഹിച്ച് ചർച്ച നടത്തിയ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ദ ഇക്കണോമിസ്റ്റിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചർച്ചയൊക്കെ വളരെ ക്രിയാത്മകമായി നടന്നു, ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം ആ ചർച്ചയിൽ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് പ്രതിനിധി പോലും പ്രകടിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത്. അദ്ദേഹം ആ ലേഖനത്തിൽ സുവ്യക്തമായി അടിവരയിട്ട് എഴുതിയൊരു വാചകമുണ്ട്: അമേരിക്കയുടെ വിദേശ നയം ഇപ്പോൾ നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും ഇസ്രായേലാണ്. ഇത് അമേരിക്കയുടെ യുദ്ധമല്ല, ഇത് ഇറാൻ്റെ യുദ്ധമല്ല, ഇത് ഇസ്രായേലിൻ്റെ യുദ്ധമാണ്. ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ഈ യുദ്ധത്തിനെതിരെ വലിയ തോതിലുള്ള ജനകീയ അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ഈ യുദ്ധത്തിന് യാതൊരു തരത്തിലുള്ള പിന്തുണയും വൈകാരികമായ, പരോക്ഷമായ, പ്രത്യക്ഷമായ യൂറോപ്യൻ യൂണിയൻ കൊടുക്കുന്നില്ല. ഇന്ത്യക്ക് യാതൊരു റോളുമില്ലാത്ത ഒരു യുദ്ധം ആയി മാറി ഇത്. ഈ യുദ്ധത്തിൽ അമേരിക്ക വാസ്തവത്തിൽ ഒരു ചതുപ്പിൽ ആണ്ട് കിടക്കുകയാണ്. ട്രംപ് പരവശനാണ്. ഇപ്പോൾ നോക്കൂ ശ്രീ അഭിലാഷ്, പീറ്റ് ഹേഗ്സെത്ത്, ആ യുദ്ധകാര്യ മന്ത്രിയുണ്ടല്ലോ, ട്രംപ് നിയമിച്ച അദ്ദേഹത്തെ അമേരിക്കൻ സെനറ്റ് നിർത്തിപ്പരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി മറ്റൊരു ഡെമോക്രാറ്റാണെന്ന് തോന്നുന്നു, ഒരു സെനറ്റർ പറഞ്ഞത്, നിങ്ങൾ ഡേഞ്ചറസ്ലി എക്സാജറേറ്റഡ് ആയിട്ടുള്ള വിവരണമാണ് ട്രംപിന് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി ട്രംപിനെ അറിയിക്കുന്നില്ല. ഇപ്പോൾ തന്നെ അമേരിക്കൻ കോൺഗ്രസ് ചോദ്യം ചെയ്തു, 2500 കോടിയാണ് ചെലവ് ആയത് ഈ യുദ്ധത്തിന്. അവർ തന്നെ പറയുന്നത് 2500 കോടി മാത്രമല്ല,
അമേരിക്കൻ സൈനിക താവളങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ കൂടി പരിഗണിച്ചാൽ അതിൻ്റെ ഇരട്ടി വരും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തകളൊക്കെ ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ, അമേരിക്കൻ നിയന്ത്രിത മാധ്യമങ്ങൾ വഴിയാണ് ഏറ്റവും അധികം വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കും അമേരിക്കൻ ബേസസിനും ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ യഥാവിധ കണക്ക് ഇന്നും ലഭ്യമല്ല. അത് വളരെ അധികമാണെന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഒന്നുകിൽ ഇറാൻ കാംനെയി ഇന്നലെ പറഞ്ഞല്ലോ, അപ്പോൾ കാംനെയി അവരെ സംബന്ധിച്ച് ഇതൊരു എക്സിസ്റ്റൻഷ്യൽ വോറാണ്. ഒന്നുകിൽ അവരുടെ ആവശ്യങ്ങൾ ഭാഗികമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, എല്ലാ ആവശ്യങ്ങളുമല്ല, ഏതെങ്കിലും തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ തങ്ങൾ നശിക്കാനും പരിപൂർണമായി ഇല്ലാതാവാനും തയ്യാറാണ് എന്ന ഒരു തരത്തിലുള്ള സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ആർക്കും പ്രയോജനമില്ലാത്ത നശീകരണ സ്വഭാവമുള്ള യുദ്ധം മൂലം നമ്മുടെ